എല്ലാവർക്കും ലക്ഷ്മി നാരായണ ജ്യോതിഷത്തിലേക്ക് നമസ്കാരം. എല്ലാവർക്കും ശാന്തിയും സമാധാനവും സന്തോഷമാണ് നമ്മുടെ ജ്യോതിഷത്തിൻ്റെ പരമമായ ലക്ഷ്യം. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കണമെന്നാണ്. അതുപോലെ തന്നെ എല്ലാവരോടും പറയാനുള്ള എല്ലാ ദിവസവും നമുക്ക് പൂജയുണ്ട്. ലക്ഷ്മി പൂജ, വിഷ്ണു പൂജ, ശിവപൂജ, അതുപോലെ തന്നെ ഗണപതി ഹോമം. എല്ലാവിധ പ്രശ്നങ്ങളും നമ്മൾ പരിഹരിക്കുന്നു. അതുകൊണ്ട് ആ പൂജയിൽ നിങ്ങൾ തീർച്ചയായും പങ്കെടുക്കണം. തീർച്ചയായും പങ്കെടുത്താൽ നിങ്ങൾക്ക് ശാന്തിയും സമാധാനവും ഉണ്ടാകും. അതുപോലെ തന്നെ നിങ്ങളുടെ പേരും നാളും പ്രത്യേകിച്ച് കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. അത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ പ്രാർത്ഥനയും കൂടുതൽ ചേരുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും വിജയം സുനിശ്ചിതമാണ്. അതുപോലെ തന്നെ നമ്മൾ പൂജ ചെയ്താലും പകുതി ആവുന്നത് പകുതി നിങ്ങളും ചെയ്യണം. അതിനുവേണ്ടിയായി നിങ്ങളുടെ പൂജാമുറിയിൽ നിങ്ങൾ വൃത്തിയായിട്ട് സൂക്ഷിച്ച് നെയ്വിളക്ക് ഉപയോഗിച്ച് കത്തിക്കണം. അത് ദിവസവും കത്തിക്കണം. അതിലൊരു മാറ്റവും വരരുത്. എന്നാലേ നമ്മൾ പൂജ ചെയ്താൽ അതിൻ്റെ ഫലം ഉണ്ടാകത്തുള്ളൂ. വിജയം എന്ന് പറയുന്നത് രണ്ട് കൂട്ടരുടെയും കൂട്ടായ പ്രവർത്തനങ്ങളുടെ ഫലമാണ്. അതുപോലെ തന്നെ ജ്യോതിഷം ഒരിക്കലും നെഗറ്റീവല്ല. പോസിറ്റീവായ കാര്യങ്ങൾ പറയുന്നതാണ് യഥാർത്ഥ ജ്യോതിഷൻ്റെ പരമമായ ലക്ഷ്യം. അല്ലാതെ നെഗറ്റീവ് പറഞ്ഞാൽ അവരുടെ ഊർജ്ജം കളയുകയല്ലത്, ഊർജ്ജം കൊടുക്കുകയാണ് വേണ്ടത് എല്ലാത്തിനും. രാഹുവിൻ്റെ ആയാലും ശനിയുടെ ആയാലും നമ്മളുടെ ദോഷങ്ങളെക്കുറിച്ച് പറയാതെ എല്ലാം ദോഷങ്ങളുണ്ട്. അത് സത്യം തന്നെ, പ്രപഞ്ച സത്യം തന്നെയാണ് ഗ്രഹങ്ങളുടെ ദോഷം എന്ന്. പക്ഷേ ആ ഗ്രഹങ്ങളുടെ ദോഷത്തെ നമുക്ക് തീർച്ചയായിട്ടും ഓവർകം ചെയ്യാൻ സാധിക്കും, അതിജീവിക്കാൻ സാധിക്കുമെന്നതിൽ ഒരു മാറ്റവുമില്ല. അതിനുവേണ്ടിയാണ് പൂജകളും കർമ്മങ്ങളും എല്ലാം ചെയ്യുന്നത്. അതുപോലെ തന്നെ എല്ലാ പ്രശ്നങ്ങളും ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങളുണ്ട് നമുക്ക് ഫേസ് ചെയ്യാം. അതിനെ തീർച്ചയായും ധൈര്യപൂർവ്വം നമുക്ക് നേരിടാൻ സാധിക്കും. അതുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളെയും ഫേസ് ചെയ്യണം എന്നാണെന്ന് പറയുന്നത്. അതുപോലെ തന്നെ പൂജകൾ കൊണ്ടും മന്ത്രങ്ങൾ കൊണ്ടുമാണ് ഏറ്റവും കൂടുതൽ നമുക്ക് നേട്ടങ്ങളുണ്ടാകുന്നത്, നമുക്ക് ഗുണമുണ്ടാകുന്നു. അതുകൊണ്ട് പൂജകൾ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്താൽ അതിൻ്റെതായ ഗുണമുണ്ടാകും. ശ്രദ്ധിച്ചില്ലെങ്കിൽ ദോഷവും ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മൾ ഓരോ ദിവസവും ചെയ്യുന്ന പൂജകൾ, ശത്രുസംഹാര പൂജ ഉൾപ്പെടെ എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ തീർച്ചയായും നിങ്ങളതിൽ പങ്കെടുക്കണം. നിങ്ങളുടെ പേരും നാളും മാത്രം പറഞ്ഞാൽ മതി. അതുപോലെ തന്നെ നിങ്ങളുടെ പൂജാമുറിയിൽ നെയ്വിളക്ക് ഉപയോഗിച്ച് ചൊവ്വാഴ്ച കത്തിക്കുകയും വേണം. എന്നാലേ അതിൻ്റെതായ ഗുണമുണ്ടാകത്തുള്ളൂ. ചൊവ്വയും വെള്ളിയും പ്രത്യേകം ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ഫലമുണ്ടാകും. പലരും എല്ലാ ദിവസവും നമ്മുടെ ജ്യോതിഷത്തിൽ ഒരാൾക്ക് ഫലമുണ്ടാകുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്കായിരിക്കും അടുത്ത ഭാഗ്യവാൻ നിങ്ങളായിരിക്കും. നിങ്ങൾക്ക് നേടാൻ സാധിക്കുകയും ചെയ്യും. അതിലൊരു മാറ്റവുമില്ല. അതുപോലെ തന്നെ ഈ നാളത്തെ ലോട്ടറി അടിക്കുന്നില്ല, ആ ലോട്ടറി അടിക്കുന്നതിന് തീർച്ചയായിട്ടും നിങ്ങൾക്കും ലോട്ടറി അടിക്കും. അത് ഒരു മാന്ത്രികമല്ല, സത്യമായ കാര്യങ്ങളാണ്. അതിനുവേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്യണം. നാളത്തെ ലോട്ടറി എടുക്കുന്നതിൽ പ്രധാനമായും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നാളനുസരിച്ചാണ് എടുക്കുന്നത്. ഓരോ നാളിനും ഓരോ നമ്പറുണ്ട്. ആ നമ്പർ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അടിക്കും. അത് നമ്മൾ തീർച്ചയായും പറയുകയാണ്. അതുപോലെ തന്നെ എല്ലാവരും ശ്രദ്ധിച്ചോണം. പൂജയിൽ എല്ലാ ദിവസവും നിങ്ങൾ പങ്കെടുക്കണം. അതിൽ മാറ്റം വരുത്തുകയും ചെയ്തിട്ട് നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകും. ഇതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ജ്യോതിഷം പറയുന്ന ആരും കാണത്തില്ല. കാരണം എല്ലാം നെഗറ്റീവ് പറയുന്ന ജ്യോതിഷനാണ് ലോകത്തുള്ളത്. അതിൽ നിന്നും വ്യത്യസ്തമായാണ് നമ്മൾ ചെയ്യുന്നത്. എല്ലാവർക്കും വിജയം ഉണ്ടാവണം, ആത്മവിശ്വാസം കൊടുക്കണം. അതാണ് യഥാർത്ഥ ജ്യോതിഷത്തിൻ്റെ പരമമായ ലക്ഷ്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നാളത്തെ ലോട്ടറിയിൽ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു നമ്പറാണ് അശ്വതി നക്ഷത്രത്തിന് ശ്രദ്ധിക്കേണ്ട ഒരു നമ്പറാണ്. അവസാന നമ്പറുകൾ തീർച്ചയായും ശ്രദ്ധിക്കണം. 4 അല്ലെങ്കിൽ 5 ഈ നമ്പറുകളിലേ നിങ്ങൾ എടുക്കാവൂ. തീർച്ചയായിട്ടും ഈ നമ്പർ അടിക്കും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. 4 അല്ലെങ്കിൽ 5 അശ്വതി നക്ഷത്രം. അതുപോലെ തന്നെ ഭരണി നക്ഷത്രം ശ്രദ്ധിക്കേണ്ട നമ്പറാണ് 6, 7 ഈ നമ്പറുകളിലേ എടുക്കാവൂ. ഈ നമ്പറിൽ ഒന്നും അടിക്കും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അതുപോലെ തന്നെ രോഹിണി, മകയിരം, തിരുവാതിര ഈ നാളുകാർ 8 എന്ന നമ്പറാണ് എടുക്കേണ്ടത്. അവസാനം 8 എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അടിക്കും എന്നുള്ള സംശയമില്ല. അതുപോലെ തന്നെ പുണർന്നം, പൂയം, ആയില്യം ഈ നാളുകാർ 9 എന്ന നമ്പറാണ് എടുക്കേണ്ടത്. തീർച്ചയായിട്ടും അവസാനത്തെ നമ്പർ 9 ആണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അടിക്കും. അതുപോലെ തന്നെ ഉത്രം, അത്തം, ചിത്തിര, ചോതി എന്നീ നാളുകാർ തീർച്ചയായിട്ടും എടുക്കേണ്ടത് 10 എന്നാണ്, 10 ഈ നമ്പറുകൾ അവസാനം വരുവാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അടിക്കും. അതുപോലെ തന്നെ അത്തം, ചിത്തിര, ചോതി, വിശാഖം, അനിഴം, തൃക്കേട്ട ഈ നാളുകാർ തീർച്ചയായിട്ടും 1 ആ നമ്പറുകളാണ് എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ അടിക്കും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അതുപോലെ തന്നെ തൃക്കേട്ട കഴിഞ്ഞ് മൂലം, പൂരാടം, ഉത്രാടം എന്നീ നാളുകാർ എടുക്കേണ്ട നമ്പർ 2 ആ നമ്പർ അവസാനം എടുത്തു കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും അടിക്കും. അതുപോലെ തന്നെ അവിട്ടം, ചതയം, പൂരിട്ടാതി, ഉത്രട്ടാതി എന്നീ നാളുകാർ 3 എടുക്കേണ്ടത്. 3 എടുത്തു കഴിഞ്ഞാൽ അവർക്ക് തീർച്ചയായിട്ടും അതിൽ അടിക്കും എന്നുള്ളത് ഒരു സംശയവുമില്ല. അതുപോലെ രേവതിക്കും 3 തന്നെയാണ് ഏറ്റവും കൂടുതൽ. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ നെയ്വിളക്ക് കത്തിച്ചതിന് ശേഷമേ ഈ കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞാലേ ശുഭമായിട്ട് നിങ്ങൾക്ക് നടക്കും എന്നുള്ളത്. എല്ലാം പോസിറ്റീവ് എനർജിയാണ്. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യണ ആ ദാനധർമ്മം ചെയ്യാനും മറക്കരുത്. പ്രത്യേകിച്ച് നിങ്ങളെ കൊണ്ട് ഒക്കുന്ന രീതിയിൽ ദാനധർമ്മം ചെയ്തു കഴിഞ്ഞാൽ ഇതിലൊരു തടസ്സവും വരുത്തില്ല. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നാളത്തെ ഭാഗ്യവാന്മാർ ഇതിലുണ്ടാവും. തീർച്ചയായിട്ടും അവർ കമൻറ്റ് ചെയ്യും എന്നുള്ളതിന് ഒരു മാറ്റവുമില്ല. സാധാരണ ഇപ്പം തന്നെ 3-4 ദിവസമായിട്ട് എത്ര പേർക്കാണ് ലോട്ടറി ഭാഗ്യം നേടിയത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നേടാൻ സാധിക്കും. പക്ഷേ ഉറച്ച വിശ്വാസം ഒരു പ്രധാന ഘടകമാണ്. ആ ഘടകമുണ്ടെങ്കിൽ മാത്രമേ ഈ
ഈ ലോട്ടറിയിലും അതുപോലെ ലോട്ടറിക്ക് തുല്യമായ ഭാഗ്യങ്ങൾ നിങ്ങൾക്ക് വരും. ലോട്ടറി അടിക്കണമെന്നില്ല, അതിന് തുല്യമായ ഭാഗ്യവും നിങ്ങൾക്ക് വരാം. അതാണ് ലോട്ടറി എന്നുകൊണ്ട് നമ്മൾ പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. ആ ഭാഗ്യം നേടാൻ വേണ്ടി എനർജി പോസിറ്റീവ് ആക്കിയാലേ പറ്റൂ. നമ്മുടെ മൂഡ് എപ്പോഴും പോസിറ്റീവ് ആണെങ്കിൽ മാത്രമേ വിജയം ഉണ്ടാകത്തുള്ളൂ. അതിനുവേണ്ടി നിങ്ങൾ പ്രത്യേകമായി ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യണം. എല്ലാ ദിവസവും നമ്മുടെ ശത്രുസംഹാര പൂജ ചെയ്യുന്നുണ്ട്. ആ ശത്രുസംഹാര പൂജയിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പേരും നാളും പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ പൂജ ചെയ്യുന്നുണ്ട്. നാളെ പ്രധാനമായിട്ടും ലക്ഷ്മി പൂജ ചെയ്യുന്നു. കാരണം ലക്ഷ്മി പൂജയാണ് പ്രധാനമായിട്ടും നാളെ ചെയ്യുന്നത്. നാളെ എല്ലാവർക്കും വേണ്ടിയാണ്, എല്ലാവർക്കും ധനം ഉണ്ടാവാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ലക്ഷ്മി പൂജയിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ പേരും നാളും മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ പൂജയിൽ ഉൾപ്പെടുത്തുന്നതാണ്. നാളത്തെ ജൂലൈ 23-ാം തീയതി, ആ 23-ാം തീയതി തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും സന്തോഷമായിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന പൂജയാണ്. നിങ്ങളുടെ പേരും നാളും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നാളെ ധാരാളം ഭാഗ്യവാന്മാരെ നമുക്ക് വരും എന്നുള്ളത് ഒരു സംശയമില്ല. പ്രത്യേകം നെയ്വിളക്ക് 5 തിരിയിട്ട് വേണം നാളെ കത്തിക്കാൻ. കത്തിച്ച് കഴിഞ്ഞാൽ എല്ലാവിധ ഐശ്വര്യവും നിങ്ങൾ വന്നു ചേരും. അതുപോലെ തന്നെ ലക്ഷ്മിയുടെ അഷ്ടോത്തരം ജപിക്കാനും നിങ്ങൾ പ്രത്യേകം മറക്കരുത് എന്നുള്ളത്. മറക്കാതിരുന്നാൽ തീർച്ചയായിട്ടും ഇത് പുരുഷന്മാർ ചെയ്തില്ലെങ്കിൽ സ്ത്രീകൾ, വീട്ടിലുള്ള സ്ത്രീകൾ ചെയ്താൽ മാത്രം മതി. എന്നാലും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകും. ഈ പറഞ്ഞ നമ്പർ പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചോണം. ഈ നമ്പറുകൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അടിക്കും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. എല്ലാവർക്കും ദുഃഖം മാറി സന്തോഷത്തോടുകൂടി കഴിയാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത് ഈ കാര്യങ്ങൾ. പൂജ എന്ന് പറയുമ്പോൾ എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും 50% നമ്മൾ 50% നിങ്ങളുടെയും സമർപ്പണ മനോഭാവം ഉണ്ടെങ്കിൽ മാത്രമേ വിജയം ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും നാളെ എടുക്കുക തന്നെ ചെയ്യണം. ഈ പറയുന്ന നമ്പറുകൾ പ്രത്യേകം എഴുതി വെച്ചോളൂ. എഴുതി വെച്ച് വേണം നാളെ രാവിലെ പോയി എടുക്കാൻ. എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിക്കും. എടുത്തെങ്കിലും കുഴപ്പമില്ല, നാളെ ഒന്നും കൂടെ പരീക്ഷിക്കാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നാളെ അടിക്കും എന്നുള്ളതാണ്. അതിന് തുല്യമായ ഐശ്വര്യം നാളെ വരും. എല്ലാ വിധത്തിലും നാളെ നെയ്വിളക്ക് കത്തിച്ച് അഷ്ടോത്തരം ജപിച്ച് കഴിഞ്ഞ് നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും ലക്ഷ്മി ദേവിയും നാരായണനും തരും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അതുപോലെ അഷ്ടോത്തരം ജപിച്ച് കഴിഞ്ഞാൽ ഓം നമോ നാരായണ എന്ന മന്ത്രം പ്രത്യേകം ശ്രദ്ധിക്കണം. അതൊരു 108 വട്ടം ജപിക്കാനും നിങ്ങൾ മറക്കരുത്. ഈ മന്ത്രങ്ങളുടെ ശക്തിയാണ് പ്രധാന എനർജി. നിങ്ങൾ ഈ എനർജിയുമായി പോയി കഴിഞ്ഞാൽ ഭാഗ്യ നമ്പർ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. ഭാഗ്യ നമ്പർ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ നമ്പർ പ്രത്യേകം നിങ്ങൾ നോക്കിയാൽ മതി. അത് കണ്ടുപിടിച്ച് കഴിഞ്ഞ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഭാഗ്യം ഉണ്ടാകുമെന്നാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഭാഗ്യം ഉണ്ടാവണമെന്നാണ് നമ്മുടെ. എല്ലാവരും സന്തോഷത്തോടു കൂടി ഇരിക്കണം. അതുപോലെ തന്നെ എല്ലാ ദിവസത്തെ പൂജയിൽ പങ്കെടുക്കണം. നാളത്തെ ലക്ഷ്മി പൂജയിൽ നിങ്ങൾ പങ്കെടുക്കണം. നിങ്ങളുടെ പേരും നാളും മറക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും എല്ലാവരും മറക്കരുത്. എല്ലാവർക്കും ഷെയറും ചെയ്ത് കൊടുക്കണം. എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. ഓം ലക്ഷ്മി നാരായണ.